നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷന് ശേഷമുള്ള ആദ്യത്തെ ഫ്രണ്ട്ലി മത്സരം അർജൻറ്റീന ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് ജയിച്ച് കയറിയിരിക്കുന്നു. ജിയോവാനി ലോ ചെൽസോയാണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ലയണൽ മെസ്സി ഇല്ല. അദ്ദേഹം ഇപ്പോൾ അർജൻറ്റീനയുടെ സ്ക്വാഡിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ഫ്രാങ്കോ മസ്റ്റൻഡൂനോയും പുറത്തായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് മാറ്റങ്ങളുമായിട്ടാണ് അർജൻറ്റീന വന്നത്. പക്ഷേ ഡിഫൻസിലൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടത് തന്നെയാണ് സംഭവിച്ചത്. ക്രിസ്ത്യൻ റൊമേറോയും മാർക്കോ സെൻസിയും അവരുടെ സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ, മുന്നേറ്റത്തിൽ ഹുലിൻ ആൽവരസും ലൗട്രോ മാർട്ടിനസും, മധ്യനിരയിൽ എൻസോ, നിക്കോപാസ്, ലോ ചെൽസോ, ലിയാൻഡ്രോ പെരേഡസ്. എൻസോ മികച്ച പ്രകടനം ഈ കളിയിൽ നടത്തിയിട്ടുണ്ട്, അത് എടുത്തു പറയേണ്ടതാണ്. നിരവധി അവസരങ്ങൾ അർജൻറ്റീന ഉണ്ടാക്കിയെടുത്തിരുന്നു. പക്ഷേ ഒരു തവണ മാത്രമേ പന്ത് ഗോൾ എന്ന രൂപത്തിലേക്ക് എത്തിയുള്ളൂ. മത്സരത്തിൽ 31-ാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഗോൾ പിറക്കുന്നത്. അർജൻറ്റീനയുടെ മുന്നേറ്റത്തിനൊടുവിൽ ലൗട്രോ കൊടുത്ത പാസിൽ നിന്നാണ് ആ ഒരു ഗോൾ. ഇടത് പെനാൽറ്റി ബോക്സിൽ തന്നെ ഇടതു ഭാഗത്ത് നിന്ന് ആ ഒരു ഷോട്ട് അദ്ദേഹം ഉതിർക്കുന്ന ലോ ചെൽസോ. പന്ത് വലയിലേക്കായിരുന്നു. ഒറ്റ ഗോളിൻ്റെ ലീഡുമായിട്ട് ഇടവേള സമയത്ത് അവർ കളിക്കളം വിടുന്നു. രണ്ടാം പകുതിയിൽ പിന്നീട് അവസരങ്ങളുണ്ടായിരുന്നു, മാറ്റങ്ങൾ വരുത്തി സ്കലോനി. അർജൻറ്റീനയ്ക്ക് വേണ്ടി ഹുലിയാനോ സിമിയോണി എത്തി. റോദ്രിഗോ ഡീബോൾ രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് വന്നു. അലക്സിസ് മാക്കലിസ്റ്റർ വന്നു. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ പിന്നീട് ഗോളുകൾ കണ്ടെത്താൻ പറ്റിയില്ല. ഏകപക്ഷീയമായ ഒറ്റ ഗോൾ ജയമാണ് ഇപ്പോൾ വെനിസ്വലയ്ക്ക് മേൽ അർജൻറ്റീന നേടിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.